ഇതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ബീൻസ്, ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ എല്ലാം നല്ല കനം കുറച്ച് വേണം അരിയാനായിട്ട്. ബീൻസ് അരിയുമ്പോഴത്തേക്കും ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് നെടുകെ ഒന്ന് കീറണം. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഞാൻ കനം കുറച്ചാണ് അരിഞ്ഞേക്കണത്. കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് സമയം മുക്കി വെച്ചു. അതിനുശേഷം ഞാൻ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. ഇനി ഈ വെജിറ്റബിൾസിന് ഒരു കോട്ടിംഗ് ഉണ്ടാക്കണം. ഇതിനായിട്ട് 1/2 കപ്പ് മൈദ, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 മുട്ട, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഫുഡ് കളർ, ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഉപ്പ് ആവശ്യത്തിന്. അതിനുശേഷം ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ നമുക്കിതൊരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ടേണ്ടത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം കലക്കിയെടുക്കാനായിട്ട്. വെള്ളം അധികമായി കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസിലേക്ക് ഇത് പിടിക്കത്തില്ല. ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈദയോ കോൺഫ്ലവറോ എന്തെങ്കിലും ചേർത്തേച്ചാൽ മതി കേട്ടോ. ഇതുപോലെ മാവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പച്ചക്കറികൾ അരിഞ്ഞെടുക്കുമ്പോൾ കനം കുറച്ച് അരിയാൻ നോക്കാം കേട്ടോ. കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എന്തായാലും ആ വെള്ളത്തിലേക്ക് ഇടണം. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പുഴു ഉണ്ടാവും. അതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറി ചേർത്തപ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി ചെയ്യാം. നല്ല കറക്റ്റായിട്ടോ. ഇത് കണ്ടപ്പോൾ നല്ലിങ്ങനെ ആ നമ്മൾ ചേർത്തിരിക്കുന്ന ആ മൈദയും കോൺഫ്ലവറും ഒക്കെ വെജിറ്റബിൾസ് നന്നായിട്ട് പിടിച്ചിരിക്കുന്ന പരുവത്തിലാട്ടോ. അപ്പോൾ ഇത് അങ്ങനെയാണ് വേണ്ടത്. എന്താ ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതുപോലെ അതിൻ്റെ പുറത്ത് ആ മൈദയും കോൺഫ്ലവറും കൂടെയുള്ള ബാറ്റർ ഇതിൽ പിടിച്ചിരിക്കണം. വെള്ളം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ കുറച്ച് മൈദ ഇട്ട് കൊടുത്തേച്ചാൽ മതി കേട്ടോ. ഇതിങ്ങനെ കോട്ട് ചെയ്തിരുന്നാലേ നമ്മൾ വറക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ. ഇത് ഇങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം ഇത് വെച്ചേക്കണ്ട, ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ഇത് വീണ്ടും ഈ ബാറ്റർ ലൂസായി പോകും. ഇനി ആ വെജിറ്റബിൾസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി, പക്ഷേ വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ. ഇതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വെജിറ്റബിൾസ് ഇങ്ങനെ വിടിയിച്ചിടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ലപോലെ ക്രിസ്പി ആവുന്ന രീതിയിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, ഇത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ വെജിറ്റബിൾസ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല രസമാട്ടോ. നമ്മൾ പക്കോട പോലെ കഴിക്കാൻ പറ്റും. ഈ വറുത്ത പോലെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെജിറ്റേറിയൻസ് ഇതുപോലെ വെജിറ്റബിൾ ചില്ലി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മുട്ട ചേർക്കണ്ട കേട്ടോ. മുട്ട ചേർക്കാതെ നമുക്ക് ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാം. പുറത്ത് നല്ല മഴയാണ്. ആ മഴയുടെ സൗണ്ട് ആട്ടോ, അത് ചെറിയൊരു ഡിസ്റ്റർബൻസ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇത് ക്രിസ്പി ആണ്, പക്ഷേ എന്നാലും കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് ഞാനിതിനെ ഒന്ന് ഡബിൾ ഫ്രൈ ചെയ്യും. അതിനായിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് വറുത്ത ആ സെയിം എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അത് ഇട്ടതിന് ശേഷം ജസ്റ്റ് പെട്ടെന്ന് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ച് നോക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഈ വെജിറ്റബിൾസ് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഈ ഒരു സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇത് മതി. ഒന്നും കൂടെ ഒന്ന് ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു
2 വലിയ തക്കാളിയാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ തക്കാളി ആയതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളി നമുക്ക് പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തേക്കുന്നത് തക്കാളിയുടെ മുകൾ വശത്ത് ഒരു ക്രോസ് പോലെ കത്തി വെച്ച് വരഞ്ഞതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഇട്ടു. അങ്ങനെ ഇട്ട് വെച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ സ്കിന്ന് ഇതുപോലെ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇളക്കി കളയണം കേട്ടോ. ആ സ്കിന്ന് വേണ്ട. അതുപോലെ ഇതിൻ്റെ ഈ ഒരു വശവും നമുക്ക് വേണ്ട, അത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അപ്പോൾ ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ട് കേട്ടോ 4 എണ്ണം എടുത്തേക്കണം. വലുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണമാണ് വേണ്ടത്. അതുപോലെ ഇതിന് തക്കാളി എടുക്കുമ്പോഴത്തേക്ക് നല്ല പഴുത്തതും നല്ല കളറുള്ള തക്കാളി എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ടൊമാറ്റോ പ്യൂരിക്ക് നല്ലൊരു കളർ ഉണ്ടാവും. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് കണക്കെ, വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത് നല്ല കളറുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല കളർ കിട്ടും. അഥവാ കളറില്ലാത്ത തക്കാളി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കളർ ചേർക്കാം കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഈ വെജിറ്റബിൾസിന് ഒരു സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മളിത് വറുത്ത സെയിം എണ്ണ എടുക്കാം. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ കാണത്തുള്ളൂ കേട്ടോ. അത്രയും മതി. എണ്ണ നന്നായി ചൂടായി കിടക്കുക. ഇതിലേക്ക് ഒരു 20 വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. ഇനി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഹൈ ആയിരിക്കണം. ഇത് എന്നാ പറയുക, അത് വാടിപ്പോകാൻ പാടില്ല. ഇതെല്ലാം നല്ല ക്രഞ്ചി ആയിട്ടിരിക്കണം. അതിനായിട്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാള കേട്ടോ, വളരെ ചെറുത് മതി. അത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് അതിടാം. ഇതിന് ഒരുപാട് സവാളയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, കുറച്ച് മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂണേ ഇടുന്നുള്ളൂ. ഇനി ഇതിലേക്ക് സോയ സോസ് പിന്നെ ചില്ലി സോസൊക്കെ ചേർക്കുന്നുണ്ട്. അതിനൊക്കെ ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്തേച്ചാൽ മതി കേട്ടോ. ഇത് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം, അതും അതുപോലെ തന്നെ വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. എല്ലാം ഒന്ന് വാടാൻ മാത്രമേ പാടുള്ളൂ. ഒരുപാട് അങ്ങോട്ട് വഴന്നങ്ങോട്ട് പോകാൻ പാടില്ല. അത് കടിക്കുമ്പോൾ ഒരു ക്രഞ്ചി ആയിട്ടിരിക്കണം. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. 1/4 ടീസ്പൂൺ നല്ലെണ്ണ, 1 ടീസ്പൂൺ പഞ്ചസാര, 1 കപ്പ് ചൂടുവെള്ളം, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ചില്ലിയാണ്. റെഡ് ചില്ലിയുടെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇത്രയും സോസുകൾ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന ആ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/4 കപ്പ് വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിലാണ്, അത് കലക്കിയെടുത്താണ്. അത് ഈ വെള്ളത്തിലേക്ക് ചേർക്കാം. ഇത് നമ്മുടെ ഈ ഗ്രേവി ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു കുറച്ച് സമയം ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഒരു ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി. അപ്പോൾ നോക്കിക്കുക, നമ്മുടെ ഗ്രേവി നല്ല ഗ്ലേസിങ് ആയിട്ടുണ്ട്. അതുപോലെ ഇതിങ്ങനെ കുറുകാനും തുടങ്ങി കേട്ടോ. ജസ്റ്റ് 1 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ അതിൽ ചേർത്തേക്കുന്ന കോൺഫ്ലവർ വെന്തോളും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പച്ച ചുവയുണ്ടാവും. ഇതിന് കുറച്ച് ഉപ്പ് കുറവ് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കണേന്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതിലേക്ക് കുറച്ച് മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി, നമ്മൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അടിപൊളി. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തത്,
കുറച്ച് ക്യാപ്സിക്കം പൊടിയായിട്ട് കട്ട് ചെയ്തത്, സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില, ഇത്രയും ചേർത്തതിന് ശേഷം ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വൈറ്റ് റൈസിൻ്റെ കൂടെ പൊറോട്ട, ചപ്പാത്തി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്